നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിൽ ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോയ ഹരിപ്പാട് സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടി. ആ കുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ്. ഇത് മതം മാറാൻ വിസമ്മതിച്ചതിൻ്റെ പേരിലാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് പറയുന്നത്. വളരെ ഞെട്ടിക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല ഇത് അതിഭീകരമായി മറിച്ച് ആ കുട്ടിയുടെ ശരീരത്തിൽ തല്ലുകൊള്ളാത്തൊരു ഭാഗം പോലും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആരും കണ്ടില്ലേ, ആ പിടിച്ചുമാറ്റാൻ ആരും പോയില്ലയോ? ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായി സംശയിക്കേണ്ടി വരും. മാത്രമല്ല ഇയാളെ ഈ കുട്ടി ആശുപത്രി എത്തിക്കാൻ പോലും തയ്യാറായില്ലെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും ഭീകരമായി മർദ്ദിച്ചിട്ട് ശരി നെഞ്ചിൽ ചവിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ലാപ്ടോപ്പ് കൊണ്ട് കുതിരെ മർദ്ദിച്ചു എന്ന്. ലാപ്ടോപ്പിൻ്റെ വെയിറ്റ് നമുക്ക് അറിയില്ല, അത് സാമാന്യ വെയിറ്റുള്ളതല്ലേ, അതുകൊണ്ട് തല്ലി എന്ന് പറയുന്നു. അപ്പോൾ ഇയാൾ എന്തിനാ ഈ കുട്ടിയെ മതം മാറാൻ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്, പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം അന്വേഷിക്കണം. ഇയാൾക്ക് കുടുംബത്തിനും ഏതെങ്കിലും സംഘടനകളായിട്ട് ബന്ധമുള്ള ആളാണോ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടി വരും. നമ്മൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണത്. എന്തായാലും ഒരു കാര്യം നമ്മളത് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമുക്ക് ഇവിടെ ഒരു പെൺകുട്ടിയെ അഖില ഹാദിയ എന്ന് പറഞ്ഞ് വരുന്ന പെൺകുട്ടി, വൈക്കത്തുകാരിയല്ലേ? അതെ, അഖില അശോകനായിരുന്നു. ആ കുട്ടിയെ ഇതുപോലെ പ്രണയം നടിച്ച് കൊണ്ടുപോയി അതിനെ മതം മാറ്റി. അവസാനം ഇത് ബഹളമായി. കോടതിയിൽ ആ പിതാവ് ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി. ഈ പോരാട്ടങ്ങൾക്കൊടുവിൽ ഈ കുട്ടി അതിൻ്റെ ഇഷ്ടത്തിന് തന്നെ വിടുകയാണ് ഉണ്ടായത്. കോടതിയുടെ സംരക്ഷണയിൽ തന്നെ ഒരാളെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ആ വിവാഹം ഒഴിയുന്നു, അല്ലേ? അതെ 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 അത് എല്ലാം നല്ല കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികളായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളാണ് ഇതിലെല്ലാം ചെന്ന് തലവെക്കുന്നതെന്നാണ്. ഈ നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ കുട്ടി ഇയാൾ തമ്മിലുള്ള ഒരു സുഹൃത്തുക്കളായിരുന്നോ, അതല്ല ഇയാൾ ഈ കുട്ടിയെ മതം മാറ്റാൻ വേണ്ടി വന്നു, അതൊന്നും നമുക്കറിയില്ല. അവരെ പൂർവ്വ പശ്ചാത്തലം നമുക്ക് ഒരുപക്ഷെ അവിടെ നിന്ന് അവരുടെ സഹപാഠികൾ ആരെങ്കിലും കൂടെ വന്നിട്ട് ഉണ്ടെങ്കിൽ, നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് പശ്ചാത്തലം അറിയാൻ കഴിയുകയുള്ളൂ. എങ്കിലും ഇതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഒരു സഹപാഠിയെ മതം മാറാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ ഇനി മതം മാറാൻ വിസമ്മതിച്ചത് തന്നെയാണോ, ഇയാളല്ല മയക്കുമരുന്നിന് അടിവേങ്ങാനാണോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ട്, അല്ലെങ്കിൽ മതം മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്ന് പറയുന്നത് സംശയാസ്പദമായ ഒരു കാര്യമാണ്. ഈ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ കേരളത്തിൽ മുറുകുമ്പോഴാണ് കേരളത്തിന് പുറത്തൊരു രാജ്യത്ത് പോയിട്ട് രണ്ട് മലയാളികൾ, അതിൽ ഒരു പെൺകുട്ടിയെ ഈ പറയുന്ന യുവാവ് കൊല്ലുക എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഉസ്ബെക്കിസ്ഥാൻ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഒരു മെഡിക്കൽ കോഴ്സ് MBBS കോഴ്സ് പൂർത്തിയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണ്ടി വരും. ഒരു കോഴ്സ് പഠിച്ച് അത് വെറും MBBS പഠിച്ചിറങ്ങാൻ തന്നെ നല്ല ചിലവാണ്. അതിനുശേഷം വെറും MBBS പഠിച്ചുകൊണ്ട് പണ്ടൊക്കെ ആയിരുന്ന MBBS ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, MBBS കഴിയുന്നതോടെ ഡോക്ടർ പണി കഴിഞ്ഞു. ഈ ഡോക്ടർ എന്ന് പറയുന്ന പിന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാർ. പക്ഷേ ഇപ്പോൾ എന്താണ്, ഇതിപ്പോൾ ഒരു MBBS എടുത്തു കഴിഞ്ഞാൽ നമ്മൾ PG മസ്റ്റാണ്. ഈ PG ഇല്ലാതെ ഒരാൾക്കും അത് ചെയ്യാൻ പറ്റില്ല. സംസ്ഥാനങ്ങളിൽ സ്വകാര്യ മേഖലയിൽ കോടികളാണ് ഈ മെഡിക്കൽ PGക്ക് നമ്മൾ ഫീസ് ഡൊണേഷൻ കൊടുക്കേണ്ടി വരുന്നത് കേട്ടിട്ടുണ്ട്. അത്രയും ധനികരായ ആളൊക്കെ മാത്രമേ കേരളത്തിന് പുറത്ത് സ്വകാര്യ സ്ഥാപനങ്ങൾ അയച്ചു പഠിക്കും. അല്ല, ഇതിൻ്റെ 1/3 പൈസയ്ക്ക് ഈ പറയുന്ന ചൈന, ഉസ്ബെക്കിസ്ഥാൻ, ഉക്രൈൻ, അത് നേപ്പാൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ മെഡിക്കൽ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇവിടെ വന്ന് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ ഒരു പരീക്ഷ പാസ്സായതിനു ശേഷമേ അവർക്ക് നാഷണൽ മെഡിക്കൽ കൗൺസിൽ എന്ത് കൊടുക്കത്തുള്ളൂ, അംഗീകാരം കൊടുക്കും. ആ അംഗീകാരം കിട്ടിയെങ്കിൽ മാത്രമേ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ അംഗീകാരം കൊടുക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ അവർക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കൂ. അല്ല, ഈ മാത്രമല്ല ഈ കോളേജ്, ഇവർ പഠിച്ച കോളേജും കോഴ്സും ഒക്കെ അംഗീകാരമുള്ളതാണോ എന്നുള്ളത് മറ്റു പ്രധാനപ്പെട്ട വിഷയമാണ്. പലരും ഇവിടെ വിളിച്ച് പറയാറുണ്ട്, വിദേശത്ത് വലിയ തുക കൊടുത്ത് അഡ്മിഷൻ എടുത്ത് അവസാനമാണ് അറിയുന്ന ഈ കോഴ്സിന് ഇന്ത്യയിൽ അംഗീകാരം ഇല്ല എന്നുള്ള കാര്യം. നമ്മളിത് അറിയുന്നില്ലല്ലോ. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടത്, ചില അച്ഛനും അമ്മയും അങ്ങ് പറയും, എനിക്ക് എൻ്റെ മോനെ അല്ലെങ്കിൽ മോനെ ഡോക്ടറാക്കിയാൽ ഞാൻ അടങ്ങും, എഞ്ചിനീയറാക്കി അടങ്ങുള്ളൂ എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആൾ ഇവിടെ തന്നെ പലരും നമുക്ക് ഫോൺ ചെയ്യാറുള്ള കാര്യം നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് ഇവർ ഈ രണ്ട് പ്രൊഫഷനിലും മാത്രം ഇപ്പോഴും മഹത്വം കണ്ടെത്തുന്നത് മനസ്സിലാവുന്നില്ല. അത് രണ്ടും വലിയ പ്രധാനപ്പെട്ട തൊഴിൽ തന്നെയാണ്. എങ്കിലും കിട്ടിയില്ല, ഇത് പോയേ പറ്റുള്ളൂ. നമുക്കറിയാം ഈ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി ഓരോ സ്ഥലങ്ങളിൽ ആളുകൾ വീട് വാടകയ്ക്ക് എടുത്ത് കുട്ടികളെ പഠിത്തവും കളഞ്ഞ് അവിടെ പോയി താമസിക്കാൻ എൻട്രൻസ് എഴുതുന്നത്. ഇനി എൻട്രൻസ് കിട്ടിയാൽ പോലും, നമുക്ക് സർക്കാർ കോട്ടായി കിട്ടിയാൽ പോലും എന്താണ് വലിയ ചെലവേറിയ ഒരു സംഭവം തന്നെയാണ്. ഇതിപ്പം ഈ പ്രതിയുടെ പേര് സദറുൾ ആനമെന്നും ഈ കുട്ടിയുടെ പേര് സാവരിയ ബസന്ത് എന്നുമാണ്. സാവരിയ ബസന്ത്, അതായത് ഹരിപ്പാട് പിലാപ്പുഴ പുതുക്കാട്ട് സുപ്രഭാ ഭവനിൽ ബസന്ത് മിനി ദമ്പതികളുടെ മകളാണ് സാവരിയ. ഇത് ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 1ാം വർഷ MBBS വിദ്യാർത്ഥി. ഇപ്പൊ അങ്ങോട്ട് ചേർന്ന് പഠനം നടക്കുന്നതേ ഉള്ളൂ. രണ്ടുപേർക്കും പ്രായം കുറവാണ്. അതെ, 22 വയസ്സാണ് ഈ കുട്ടിക്കുള്ളത്. അത് ഈ കോഴ്സിലെ 1ാം വർഷ വിദ്യാർത്ഥിയാണ്.
അപ്പോൾ ഈ ശരിക്കും ഈ കുട്ടി മരിച്ചു എന്ന് പറയുമ്പോൾ സഹപാഠി തല്ലിക്കൊന്നു എന്ന് പറഞ്ഞാണ് ഒരു വാർത്ത ഇവിടെ വരുന്നത്. ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊന്നു. അപ്പോൾ സാധാരണ ഒരു കൊലപാതകം എന്നാണ് ആൾക്കാർ വിചാരിച്ചിരുന്നത്. സാവരിയുടെ ക്ലാസ്സിൽ തന്നെ പഠിച്ചിരുന്ന മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ ആനം, അയാൾ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയാണ്. ഒരേ ക്ലാസ്സിലും ഹോസ്റ്റലിലുമാണ് ഇവർ താമസിച്ചിരുന്നതെന്ന് പറയും. അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഇല്ല പോലും, എല്ലാവരും ഒറ്റ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന പുറകെയാണ് ഈ കുട്ടിയെ ഇവർ തമ്മിൽ പരിചയപ്പെടുന്നതും ഒന്ന് ആലോചിച്ച് നോക്കണം. അതിനുശേഷം ഇയാളിൽ നിന്ന് ദീർഘനാളായിട്ട് ഈ കുട്ടിക്ക് ശാരീരിക മാനസിക പീഡനം നേരിടുന്നു. അപ്പോൾ ഈ കുട്ടി മരിച്ചു എന്നറിഞ്ഞെങ്കിൽ പോലും ഇതിനെ ഇയാൾ അടിച്ചു കൊന്നു എന്നാണ് കേട്ടത്. പക്ഷേ ഇപ്പോൾ ആ കുട്ടിയുടെ മൃതദേഹം ഇന്നലെ ഇവിടെ നാട്ടിലെത്തിച്ചപ്പോഴാണ് കൂടെ വന്ന അതിൻ്റെ ബന്ധുവായിട്ടുള്ള ജിനീഷ് എന്ന് പറയുന്ന ആളാണ് ഈ കുട്ടിക്ക് സംഭവിച്ചത് എന്താണെന്നുള്ളത് പറയുന്നത്. ഇത് മതം മാറാത്തതിൻ്റെ പേരിൽ ഈ കുട്ടിയെ ഇവർ ആക്രമിച്ച് കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ ദീർഘനാളായിട്ട് ക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങൾ ഈ കുട്ടിക്ക് മേൽ നടത്തിക്കൊണ്ട് ഈ കുട്ടി അപ്പോൾ ഈ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല. അതാണ് ഇവിടെ വരുന്നൊരു ചോദ്യം. അങ്ങനെ ഒരു രാജ്യത്ത് വെച്ച് നമ്മുടെ നാട്ടുകാരാണെങ്കിൽ പോലും ഒരാൾ ഒരു സ്ത്രീയെ നിരന്തരം കയ്യേറ്റം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കുട്ടി വീട്ടിൽ അറിയിക്കേണ്ടതാണ്. അറിയിച്ചാൽ വീട്ടുകാർ എന്ന കാര്യത്തിൽ ഇടപെടേണ്ടതുമാണല്ലോ. അപ്പോൾ ഈ കോളേജിലെ അധികൃതർ ഇതൊന്നും നോക്കുന്നില്ല. ഇതാണ് നമ്മൾ പറയുന്നൊരു കാര്യം. നമ്മൾ ഇവിടെ പൈസയും മുടക്കി വിദേശ രാജ്യങ്ങളിലേക്ക് മക്കളെ പഠിക്കാൻ അയക്കുമ്പോഴേ ഈ അച്ഛനമ്മ അവിടെ പോയി നോക്കാറുണ്ടോ? ഈ അംഗീകൃത കോളേജാണോ, ഇതാരുടെ സംവിധാനമുണ്ടോ, ഹോസ്റ്റൽ നല്ലതാണോ, ഒന്നും നോക്കുന്നില്ല. ഇവരെ വണ്ടി കയറ്റം വിടുകയാണ് പറഞ്ഞ ഏജൻസിനെ കൊണ്ട് പൈസയും കൊടുത്തിട്ട് ഇവരങ്ങ് പോകണം. അവിടെ ചെന്നിട്ടായിരിക്കും ഇവർ അറിയുന്നത് നമ്മൾ ശരിക്കും പെട്ടുപോയല്ലോ എന്നുള്ളത്. അതുപോലത്തെ ഏതെങ്കിലും കോളേജായിരിക്കും. ഒരുപക്ഷെ ഇതൊക്കെ അംഗീകരിച്ച കോളേജാണോ, നിലവാരമുള്ളതാണെന്നൊക്കെ ആർക്കറിയാം. ഇത് മതം മാറാൻ നിരന്തരം നിർബന്ധിച്ചു എന്നാണ് പറഞ്ഞത്. മതം മാറാൻ നിരന്തരം ഇത് നിർബന്ധിച്ചതിന് ശേഷം ഇത് ഭീകരമർദ്ദനമാണ്. ഇപ്പം നമ്മൾ പറയുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയൊക്കെ ഇവിടെ നിരോധിച്ചു എന്നാണ് പറയുന്നത്. കാശ്മീർ ഫയൽസ്, കേരള സ്റ്റോറി ഇവിടെ നിരോധിക്കണമെന്നാണ് ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നു, ഈ മതം മാറാത്തതിൻ്റെ പേരിൽ ആക്രമിച്ചു എന്നുള്ള ഒരു സംഭവം വന്നു. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ഇത് സമ്മതിച്ചു തരാൻ തയ്യാറാവില്ല. അതെന്തുകൊണ്ടാണ്? അതാണ് അത് നമ്മൾ പുരോഗമന ചിന്താധികാരനായില്ലല്ലോ. അതെ, ഇതിനി ഇവർക്കറിയാം ചിലപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഇവർ പുറത്ത് പറയാൻ മടിക്കുകയാണ്. കാരണം എന്നിട്ടല്ലേ പറയും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലേ. ഈ ഒറ്റപ്പെട്ട സംഭവം വെച്ചിട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കേരളത്തിൽ മുഴുവൻ വ്യാപകമാണെന്നല്ല സിനിമയിൽ പറയുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. അല്ല കേരളത്തിൽ മൊത്തം ആൾക്കാരും ഇത് ഇങ്ങനെ ചെയ്യുന്നു എന്നല്ലല്ലോ പറയുന്നത്. ഇതിപ്പോൾ കേരളത്തിലും അല്ല, അവിടെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഒരു വിദേശ രാജ്യത്താണ് ഇവർ രണ്ടുപേരും തമ്മിൽ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അവർ മലയാളികളാണ് എന്നുള്ളത് മാത്രമാണ്. അല്ല ഈ രാജ്യങ്ങളുടെ അവസ്ഥ നമുക്കറിയില്ല. ഈ റഷ്യ പിരിഞ്ഞിട്ട് പോയ ഒരുപാട് രാജ്യങ്ങൾ ഇതുപോലെ അവിടുത്തെ ആഭ്യന്തര സ്ഥിതി എന്താണെന്ന്, അവിടെ കലാപമുള്ള സ്ഥലമാണോ ഒന്നും അറിയില്ല. എൻ്റെ മോനെ ഡോക്ടർ ആക്കണം, ആക്കില്ലെങ്കിൽ എൻ്റെ ജീവിതം തകർന്നു പോയെന്ന രീതിയിൽ ഇത്തരം മാതാപിതാക്കൾ നമ്മളായിട്ട് നടക്കുന്നുണ്ട്. അവർ തന്നെ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികളെ വിദേശത്തേക്ക്, പ്രത്യേകിച്ച് ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ നമ്മൾ UK അമേരിക്കയിലോ ഒക്കെ പഠിക്കാൻ പെടും പോലെ അല്ല, കാനഡയിലോ പോകും പോലെ അല്ല. ഇതൊരു വളരെ നമുക്കറിയാം. ഈ കസാഖിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും ഒക്കെ എന്ന് പറയുന്ന സ്ഥലങ്ങൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ്. അവിടെ കാര്യങ്ങൾ കൃത്യമായി തന്നെയാണ് നടക്കുന്നത് നമുക്കറിയില്ല. ഒരു പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഫീസ് കുറവായിരിക്കും. അതെ, എല്ലാവരെയും അപേക്ഷിച്ച് ഫീസ് കുറവാണ്. ഇപ്പം യുക്രൈനിൽ യുദ്ധമുണ്ടായല്ലോ. യുക്രൈനിൽ യുദ്ധമുണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ അവിടെ കുടുങ്ങിപ്പോയത് അവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥി മലയാളികളാണ്. അതെ, മുഴുവൻ ആൾക്കാർ ഇവിടുന്ന് യുക്രൈനിലോട്ട് പോകുക. അതെന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത്? പണ്ട് നമ്മുടെ ഈ ബാംഗ്ലൂരുവിൽ മെഡിക്കലും അതുപോലെ തന്നെ നഴ്സിംഗും പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവർ പോയിട്ട് ആ കോളേജിൻ്റെ ഈ അഡ്മിഷൻ ഏജന്റുമാരായിട്ട് അങ്ങ് മാറും. എന്നിട്ട് ഇവർ ഈ നാട്ടിലുള്ള ആൾക്കാരെ കൊണ്ട് ഇവർക്കപ്പം ഫീസിൽ കൺസെഷൻ കൊടുക്കും. അപ്പോൾ അങ്ങനെ ആൾക്കാരെ കൊണ്ട് എത്തിച്ചു. ഇതേപോലെ തന്നെയാണ് ഇവിടെയും ഈ സംഭവിക്കുന്നത്. ഇപ്പം ഈ ഉസ്ബെക്കിസ്ഥാനെ ഈ പിന്നെ റഷ്യ തന്നെ USSR വിഭജിച്ച് പല രാജ്യങ്ങളായി. ഈ രാജ്യങ്ങളിലെല്ലാം ധാരാളം മെഡിക്കൽ കോളേജുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളികൾ പോകുന്ന ചൈനയിലും ഈ പറയുന്ന ഉസ്ബെക്കിസ്ഥാനിലും ഉക്രൈനിലും ഈ പറയുന്ന നേപ്പാളിലും ഒക്കെ. അപ്പോൾ ഈ മതപരിവർത്തനത്തിന് നടത്തിയ ശ്രമങ്ങൾ, നിർബന്ധിത മതപരിവർത്തനം നടത്തിയ ശ്രമങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പക്ഷേ സിനിമയെ വെല്ലുന്ന രീതിയിലാണ് ഈ പ്രതിയായിട്ടുള്ള ഈ യുവാവ് അയാളിത് പറഞ്ഞ് ഫലിപ്പിച്ചത്. എന്താണ്, എങ്ങനെയാണ് താൻ ഇതിനെ കൊന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ലാപ്ടോപ്പ് എടുത്ത് തലയ്ക്ക് അടിച്ചതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അത് എന്തിനു വേണ്ടിയാണ് എന്നൊന്നും പറയുന്നില്ല. മാത്രമല്ല ഈ കുട്ടിയുടെ ശരീരമാസകലം ഇന്നിപ്പം ഇവിടെ കൊണ്ടുവന്നിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ റീപോസ്റ്റ്മോർട്ടം ചെയ്തു. ഈ ശരീരമാസകലം കടുത്ത പീഡനമേറ്റതിൻ്റെ പാടുകളാണ് ഉണ്ടായിരുന്നത്.
മണിക്കൂറുകളോളം നീണ്ട ക്രൂരപീഡനം. ഈ കൊച്ചിൻ്റെ ദേഹത്ത് അടികൊള്ളാത്ത ഒരു ഭാഗവുമില്ല, ശരീരം മൊത്തം അടിച്ച്. അതാണ്, ഇത് ആരും കണ്ടില്ലേ എന്നാണ്. അത് മുറി കൂട്ടിയിടങ്ങാനാണ് അടിച്ചത് ഈ കുഞ്ഞിനെ. ഒന്നും മനസ്സിലാവുന്നില്ല നമുക്കത്. ആ ഹോസ്റ്റലിലാണെങ്കിൽ വേറെ എത്ര കുട്ടികളുള്ളതാണ്, ആ കുട്ടി നിലവിളിച്ചൊന്നും ആരും കേട്ടില്ലേ എന്നാണ്. അതായത് ഇവൻ ഇതിനെ അടിച്ച് നശിപ്പിച്ച് അവസാനം ഈ കൊച്ച് ഈ മർദ്ദനം സഹിക്കാൻ വയ്യാതെ തലയ്ക്ക് പരിക്കേറ്റ് ബോധം കെട്ട് വീണപ്പോൾ ഇവൻ സഹപാഠികളോട് പറഞ്ഞത് താഴെ വീണ് പരിക്കും. ഡോക്ടറോട് സഹപാഠികൾ ബോൺ ക്രിമിനലാണ്. ഇവന്റെ കുടുംബ പശ്ചാത്തലം അന്വേഷിക്കണം. ഇവന്റെ കുടുംബ പശ്ചാത്തലം അടിയന്തരം അന്വേഷിക്കണം. ഏത് സൈസിൽപ്പെട്ടാണ്, ഇവന്റെ കുടുംബക്കാരെന്താണ്, അവർ ഈ മതമാറ്റത്തിന് നടക്കുന്ന സംഘത്തിൽപ്പെട്ടതാണോ, അവർ തീവ്രവാദ ബന്ധമുള്ളവരാണോ? കാരണം ഇതൊക്കെ ഇത്തരം ആക്രമണങ്ങൾ എപ്പോഴും നടക്കുന്നത് ഈ ഇത്ര തീവ്രവാദ കാര്യങ്ങൾ പരിശീലനം കിട്ടിയവർക്കായിരിക്കും. അതെ, അല്ലാതെ സാധാരണക്കാർ ഒരുത്തിന് ഇങ്ങനെ തല്ലിക്കൊല്ലാനൊന്നും മനസ്സുമില്ല. ഇവരാദ്യം പൂച്ചയും പട്ടിയൊക്കെ കൊന്ന് ശീലിപ്പിച്ചിട്ടാണ് പിന്നീട് മനുഷ്യനെ കൊല്ലാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ ഈ വീഴ്ചയിൽ പരിക്കേറ്റെന്നും പറഞ്ഞാണ് ആശുപത്രി എത്തിക്കുന്നത്. പക്ഷേ ഇവ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അതുപോലെ ഈ കുട്ടിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് വിശദമായ അന്വേഷണം വേണം. ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു സാമൂഹിക രാഷ്ട്രീയ സ്ഥിതി അല്ലല്ലോ. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് വിദേശ രാജ്യമാണ്. പക്ഷേ അവിടെ വെച്ച് കൊലപാതകം ചെയ്തതിൻ്റെ പേരിൽ അവിടുത്തെ നിയമങ്ങൾ പ്രകാരം ഇയാൾ ശിക്ഷിക്കപ്പെടും. പക്ഷേ അവിടെ ഇത് നിന്നുകൂടാ. അതിലൂടെ ഇയാൾ അവിടെ സേഫാവും. അതെ, ഇവിടെ ഇയാൾക്ക് എന്തിനാണ് ഇയാൾ കടുത്ത മതവാദിയാണോ, അല്ലെങ്കിൽ മതത്തിൽ കടുത്ത രീതിയിൽ വിശ്വസിക്കുന്ന ആളാണോ, ഇത് ആരുടെയെങ്കിലും ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ ആരുടെയും നിർദ്ദേശപ്രകാരമാണോ ഇയാൾ ഇത് ചെയ്തത്? ഇയാളുടെ മുൻകാല ബന്ധങ്ങളും പരിശോധിക്കണം. ഈ വേറെ ഏതെങ്കിലും സമയത്ത് ഇയാൾ വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ ഇതുപോലെ വലയിലാക്കി ഉപദ്രവിച്ചിട്ടുണ്ടോ? അതുപോലെ ഇയാളുടെ വീട്ടുകാരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ, ഇയാളുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ, ഇയാൾ ഏർപ്പെട്ടിരുന്ന സോഷ്യൽ മീഡിയ സൈറ്റുകൾ, ഇയാളെ സംബന്ധിച്ചിരുന്ന ആൾക്കാർ, ഇതെല്ലാം ചേർത്ത് വിശദമായ അന്വേഷണം, സെപ്പറേറ്റ് ഒരു അന്വേഷണം ഇവിടെ പ്രഖ്യാപിക്കണം. അതെ, കാരണം ഉസ്ബെക്കിസ്ഥാനിൽ അവിടെ നടന്നു, അതിൻ്റെ പേരിൽ ഇവിടെ എങ്ങനെ ക്രൈം രജിസ്റ്റർ ചെയ്യുമെന്നൊരു പ്രശ്നം കൂടിയുണ്ട്. എങ്കിൽ പോലും ഈ മാതാപിതാക്കൾ എന്തായാലും ഇവിടെ പരാതി കൊടുക്കും. ഇത് സംബന്ധമായിട്ട് ഇവിടെ ഒരു അന്വേഷണം നടത്തുന്നതായിട്ടുണ്ട്. അല്ലെങ്കിൽ അയാളിപ്പോൾ അവിടെ കുറ്റകൃത്യം ചെയ്തിരിക്കുക, അയാളെ ഇങ്ങോട്ട് വിട്ടുതരാൻ പറ്റത്തില്ല. കാരണം ഇവിടെ വേറെ കേസുകളില്ലല്ലോ. അതെ, അപ്പോൾ അത് അവിടെ മാത്രമേ ഇയാൾ വിചാരണ നേരിടേണ്ടി വരികയുള്ളൂ. എന്താണെങ്കിലും ശരി, വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും, കേരള സ്റ്റോറികൾ ഇല്ലെന്ന് പറഞ്ഞാലും, ഇതുപോലെയുള്ള സ്റ്റോറികൾ നമ്മളെ നടുക്കുന്നതാണ്. നമ്മളുടെ കുട്ടികളെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്.